ഹേ എവരി വൺ. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഒരു മാസത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാട്ടോ. വേറെ എവിടേക്കല്ല, എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക്. അങ്ങനെ രണ്ട് വീട്ടിൽ നിന്നും അമ്മമാർ ഉറുമ്പ് അരിമണി ശേഖരിക്കണ പോലെ ഒരു മാസം മുന്നേ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കിട്ടുന്നതും കിട്ടാത്തതും ആയിട്ടുള്ള ഒരു ലോഡ് സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂടെ പോകണതുകൊണ്ട് കുറച്ചധികം വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് ഓവർ വെയിറ്റ് ആയിപ്പോയി ലാസ്റ്റ്. ഈ പാക്കിങ്ങിൽ അച്ഛനാണ് മെയിൻ കോൺട്രിബ്യൂഷൻ വഹിച്ചിട്ടുള്ളത്. ഈ ഓരോ പെട്ടിയും വെയിറ്റായോ എന്നൊരു 5-10 തവണ എടുത്തു നോക്കിയതൊക്കെ അച്ഛനാണ്. പക്ഷെ എന്താ ചെയ്യുക, ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അമ്മ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോണതും ഒരു ഇന്ത്യ വിട്ടിട്ട് എവിടെയെങ്കിലും പോണതൊക്കെ. അച്ഛൻ 10-20 കൊല്ലം ഖത്തറിലായതുകൊണ്ട് മൊത്തത്തിലൊരു 35-40 ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അച്ഛൻ സന്തോഷത്തിൽ ഒരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ പോകണത് കാണാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഇത് ഞാൻ ഭൂമിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ഗിഫ്റ്റ് കവറിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. പെട്ടിയെല്ലാം സെറ്റാക്കി വെച്ചു കൂട്ടാ. പിന്നെ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേര് എഴുതി ഒട്ടിക്കലായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ട് അച്ഛൻ പോയതൊക്കെ ഓർമ്മ വന്നേ. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പെട്ടിയുമ്പോൾ പേര് എഴുതി ഒട്ടിച്ചില്ലെങ്കിൽ പെട്ടിയൊന്നും ഫ്ലൈറ്റിൽ കയറ്റില്ല എന്നായിരുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് തന്നെ നമ്മുടെ പെട്ടി തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുമ്മ പേര് എഴുതി ഒട്ടിക്കണേന്ന്. അങ്ങനെ രണ്ടാളെ ഒരുക്കി പെട്ടിയൊക്കെ കെട്ടി സ്കൂളിൽ കൊണ്ടാക്കി, എയർപോർട്ടിലാക്കി. അപ്പം ഇനി ഒരു മാസത്തേക്ക് ഡാഡി മമ്മി വീട്ടിലില്ല മൂടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് ഒരു മാസത്തേക്ക് കേട്ടോ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് സേഫായി പോയി. അവർ രണ്ടാളും 2 ദിവസം മുന്നേ സേഫായിട്ട് ബഹ്റൈൻ എത്തി. ചേച്ചീനെയും ഉണ്ണീനൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.